പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബി മുല്ലപ്പൂ ഒക്കെ വാങ്ങാതെ തിരിച്ചു വരികയാണ് കേട്ടോ. അബി മുല്ലപ്പൂ വാങ്ങാനെന്ന് പറഞ്ഞിട്ടാണ് കാമുകിയെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നത്. ആ സമയത്ത് കാമുകി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനായിട്ട് അതൊക്കെ വാങ്ങാൻ മറന്നിട്ടാണ് തിരിച്ചു വരുന്നത്. എന്നിട്ട് അബിയോട് നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല അബി, നീ മുല്ലപ്പൂ വാങ്ങാനെന്ന് പറഞ്ഞിട്ടല്ലേ പുറത്തു പോയത്, പിന്നെ എന്തേ നീ അത് വാങ്ങിക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അബി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൂ വാങ്ങിക്കാനാണ് പോയത്, പക്ഷെ ഞാൻ ചെന്നപ്പോഴേക്കും അതൊക്കെ തീർന്നു കഴിഞ്ഞു. ഏതോ വലിയ കല്യാണത്തിന്റെ ഓർഡർ ഉണ്ടെന്നാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെയുള്ള പൂക്കളൊക്കെ കൊടുക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വേറെ കടയൊക്കെ അന്വേഷിച്ച് പോയപ്പോഴാണ് ലേറ്റ് ആയത് എന്നൊക്കെ കള്ളം പറയുകയാണ് അബി. അങ്ങനെ പിന്നെ ഫംഗ്ഷനൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നടത്തുകയാണ്. ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ നന്ദുവും എത്തിയിരുന്നു. അങ്ങനെ നന്ദു എത്തിയ വിവരം ജാനകിക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇക്കാര്യം വിളിച്ച് അനാമികയെ അറിയിക്കുകയാണ്. എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, മോളെ നീ എന്തിനാ വരാതിരുന്നത്, അവളിവിടെ വലിയ ഷോ ഇളക്കുകയായിരുന്നു, ആ അനിയുടെ കൂടെയായിരുന്നു അവൻ, മോള് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു, മോൾക്ക് വന്നൂടായിരുന്നോ എന്നൊക്കെ പറയുകയാണ് ജാനകി. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ആകെ സമനില തെറ്റിയ അവസ്ഥയിലാണ് അനാമിക നിൽക്കുന്നത്. എന്നിട്ട് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല, എത്രയും പെട്ടെന്ന് അനന്തപുരിയിലേക്ക് എത്തിയേ പറ്റുകയുള്ളൂ, ഇവിടെ നിന്നാൽ അത് കൂടുതൽ പ്രശ്നമാവുകയുള്ളൂ, പ്രത്യേകിച്ച് നന്ദു ഇന്ന് അവിടെ ചടങ്ങിന് വന്ന സ്ഥിതിക്ക് ഇനി അവളെയും കൂട്ടിയുള്ള കറക്കം കുറച്ച് കൂടുതലായിരിക്കും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നാലേ അതിനൊരു ഇത് ഇടാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അനന്തപുരിയിലോട്ട് പോവുകയാണ്. അതേസമയം അനന്തപുരിയിലെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് കനകയും ഒക്കെ നന്ദുവുമൊക്കെ നവ്യയും കൊണ്ട് പോകാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് കനക ദേവയാനിയോട് മുത്തശ്ശിയോട്ടായിട്ട് പറയുന്നത്, ഏതായാലും നവ്യയും ഞാൻ കൊണ്ടുപോവുകയാണ്, ആ ഒരു ഇതിലേക്ക് ഞാൻ നയനയും കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്, ഇനി അവളെ ഇവിടെ നിർത്തണ്ട എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ച് ദിവസം ഏതായാലും അവിടെ വന്ന് നിൽക്കട്ടെ, പിന്നെ പ്രത്യേകിച്ച് നന്ദുവിൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് അവൾ ഇതിന് പോകുന്നതിന് മുമ്പ് ചേച്ചിമാരുടെ കൂടെ ഒന്നിച്ച് കുറച്ച് ദിവസം സന്തോഷത്തോടെ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അവളുടെ ആഗ്രഹവും നടക്കട്ടെ എന്നൊക്കെ കനക പറയുന്ന സമയത്ത് നന്ദുവും പറയുന്നുണ്ട്, അതേ മുത്തശ്ശി, എൻ്റെ ആഗ്രഹമാണ് ചേച്ചിമാരോടൊപ്പം കുറേ കാലമായല്ലോ ഒരുമിച്ച് നിന്നിട്ട്, അതുകൊണ്ട് അവരുടെ കൂടെ നിന്നിട്ട് ഞാൻ പോകാമെന്നാണ് കരുതുന്നത്, അതിനെക്കൊണ്ട് രണ്ട് ചേച്ചിമാരും അവിടെ വന്ന് നിൽക്കട്ടെ എന്നൊക്കെ പറയുകയാണ് നന്ദു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, അതിനെന്താ, നാനേമോളെയും കൊണ്ടുപോയിക്കോളൂ, അവൾക്ക് സന്തോഷമാകുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഇവിടെ ഏതായാലും ഓഫീസും ഒക്കെ ആയിട്ട് ബോറടിച്ച് നിൽക്കുകയാണല്ലോ, അതിനെക്കൊണ്ട് കുറച്ച് ദിവസം ഓഫീസൊക്കെ ലീവ് എടുത്തിട്ട് അവൾ അവിടെ വന്ന് നിന്നോട്ടെ എന്നൊക്കെ പറയുകയാണ്. പക്ഷെ ഇത് കേട്ടിട്ടാണെങ്കിൽ ദേവയാനിക്ക് വളരെയധികം സങ്കടമാകുകയാണ്. കാരണം ഒരു നിമിഷം പോലും നയനയെ പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ദേവയാനി ഉള്ളത്. ആ സമയത്ത് ദേവയാനി പോകുന്നത് മുടക്കാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല, കാരണം ആദർശിൻ്റെ കാര്യമൊക്കെ കഷ്ടത്തിലാകും, നയനെ ഉണ്ടായാലേ അവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആദർശിനാകെ സങ്കടവുമായിരിക്കും, പിന്നെ പരാതി പറഞ്ഞ് എൻ്റെ പിന്നാലെ വരാനും അതുപോലെ അവളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാനും നിൽക്കും, അതൊന്നും എനിക്ക് കഴിയില്ല, ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഞാൻ വിളിക്കത്തൊന്നുമില്ല, അതൊന്നും നടക്കുന്ന കാര്യമില്ല, അതുകൊണ്ട് അവളെ കൊണ്ടുപോകുന്ന കാര്യമൊന്നും നടക്കില്ല, നിങ്ങൾ നവ്യയും കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടായി സംസാരിക്കുകയാണ് ദേവയാനി. അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്തിനാണ് അവരോട് ചൂടാകുന്നത്, നിനക്ക് നിന്റെ മരുമകളെ ഒട്ടും ഇഷ്ടമല്ലല്ലോ, നീ അവളെ സ്നേഹിക്കുന്നൊന്നുമില്ലല്ലോ, പിന്നെ അവളുടെ കാര്യത്തിൽ ഇടപെടാൻ നിനക്കെന്താ അവകാശം, പിന്നെ ആദർശനാണെങ്കിൽ പോയി നിൽക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലല്ലോ, ആദർശനോട് ഇവർ സംസാരിച്ച സമയത്ത് പോയിക്കോളൂ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്, പിന്നെ നിനക്കെന്താ പ്രശ്നം, ആദർശന് പ്രശ്നമില്ലല്ലോ, പിന്നെ ആദർശന്റെ കാര്യങ്ങൾ നോക്കാൻ തൽക്കാലം നീ ഇവിടെ ഇല്ലേ, നീ നോക്കിയാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ ഒന്നും പറയാനാവാതെ ഇങ്ങനെ ദേവയാനി തലകുനിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ആയിക്കോട്ടെ, തന്നിഷ്ടം കാണിച്ചോട്ടെ, ഇനി അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചോദിച്ചു വന്നാലൊന്നും എന്നോട് ഇവളെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യമൊന്നും പറഞ്ഞാലൊന്നും നടക്കില്ല, അതുകൊണ്ട് എല്ലാം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പൊയ്ക്കോ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നയന ദേവയാനിയുടെ മുഖത്ത് നോക്കുന്നുണ്ട്, രണ്ടാളും പരസ്പരം നോക്കുകയാണ്. ആ സമയത്ത് ദേവയാനിയുടെ മുഖത്തുള്ള ആ ഒരു സങ്കടമൊക്കെ നയനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. നയനയ്ക്കുമാണെങ്കിൽ പോകാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു. അതുവരെ അനന്തപുരിയിൽ നിന്നും വീട്ടിലേക്ക് പോയി നിൽക്കുന്നതായിരുന്നു ഇഷ്ടമെങ്കിലും ഇപ്പോൾ ദേവയാനിയെയും ആദർശനെയും ഒക്കെ ഒട്ടും പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നയനയ്ക്കുമുള്ളത്. അങ്ങനെ പിന്നീട് കനക ഇവരെ സ്നേഹിക്കുന്നു എന്നുള്ളത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ തമ്മിൽ പിരിച്ചിട്ട് നയനയും കൊണ്ട് പോകുന്നത്. പക്ഷെ അത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് കനക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, രണ്ടാളെ കൊണ്ട് ഞാൻ എന്നോട് വന്ന് പറയിപ്പിക്കും, സത്യം എന്താണുള്ളത് അവരെന്നോട് തുറന്ന് പറഞ്ഞാലേ ഇനി ഞാൻ ഇവളെ ഇങ്ങോട്ട് വിടുകയുള്ളൂ എന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് നയനയും കൊണ്ട് പോകുന്നത്. അങ്ങനെ ഒടുവിൽ നയനയും നവ്യയും അവിടെ അനന്തപുരിയിൽ നിന്നും വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവസാനം വീട്ടിൽ വന്ന് കയറുകയാണ്. വലതുകാലൊക്കെ വെച്ചിട്ടാണ് നവ്യയെ വീട്ടിലേക്ക് കയറ്റുന്നത്.
അങ്ങനെ കയറ്റി അവർ അബിയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ദേവയാനി തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ കാര്യമൊന്നും നയന തുറന്ന് പറയുന്നില്ല. അങ്ങനെ കനകയും അവളെ കൊണ്ട് എന്തായാലും സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടവും ഞാൻ പറ്റുമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യയ്ക്ക് പെട്ടെന്ന് ഒരു കോൾ വരുന്നത്. എന്നിട്ട് ഇത് നവ്യയല്ലേ, അബിയുടെ ഭാര്യയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതെ അബിയുടെ ഭാര്യയാണ്, നിങ്ങളാരാണ്, അബിയുടെ ഫ്രണ്ടാണോ ഗേൾ ഫ്രണ്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് അവൾ പറയുന്നുണ്ട്, അതെ അബിയുടെ ഫ്രണ്ട് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഫ്രണ്ടല്ല, അതിനേക്കാൾ മുകളിലാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, പക്ഷെ ഇപ്പോഴല്ല ഇതിനു മുമ്പാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നിങ്ങളെ എനിക്കൊന്ന് നേരിട്ട് കാണണം, എന്നെപ്പോലെ പല പെൺകുട്ടികളും ചതിക്കപ്പെട്ടിട്ടുണ്ട്, ആ ഒരു ചതിക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളിൽ ഒരാളാണ് നിങ്ങളെന്നാണ് എൻ്റെയും ധാരണ, അതാണ് എൻ്റെയും വിശ്വാസം, അതാണ് സത്യം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നവ്യയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്, ചതിക്കപ്പെട്ട പെൺകുട്ടികളിൽ ഒരാളാണ് ഞാനെന്നുള്ളതോ, ഞാൻ അവൻ്റെ ഭാര്യയാണ്, നിങ്ങൾക്ക് ആൾ മാറിയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ആൾ തെറ്റിയിട്ടില്ല, പല പെൺകുട്ടികളെയും അവനെ ചതിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നവ്യയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ നവ്യയുടെ ആ ഒരു ടെൻഷൻ കണ്ടിട്ട് നയന ഫോൺ വാങ്ങിക്കുകയാണ്. എന്നിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നയനേട്ടത്തിയല്ലേ, എനിക്ക് അറിയാം, നിങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പിന്നെ നിങ്ങൾ രണ്ടുപേരും വരണം, എനിക്ക് അത്യാവശ്യമായിട്ട് അബിയെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ട്, അത് നേരിട്ട് പറഞ്ഞാലേ അത് ശരിയാവുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അബിയുടെ കാമുകി അവരെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ പിന്നീട് നവ്യയും നയനയും അവളെ കാണാനായിട്ട് കനകയോട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാം, ഒരു മരുന്നൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ അബിയുടെ കാമുകിയെ നേരിട്ട് കാണുകയാണ്. അങ്ങനെ അബി തന്നെ ചതിച്ച കാര്യവും അബിക്ക് അവളിൽ ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യമൊക്കെ നവ്യയോടും നയനയോടും അവൾ തുറന്നു പറയുകയാണ്. ആ ഒരു സമയത്ത് നവ്യ ആകെ ഞെട്ടിത്തരിച്ച് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇനി എൻ്റെ ജീവിതം എന്നൊക്കെ ആലോചിച്ച് ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. നവ്യയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാനും താങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ അവൾ നിലം പതിച്ച് അവിടെ ഇരുന്നു പോവുകയാണ്. അങ്ങനെ നയന പതുക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് നവ്യയെ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, അബി കൊള്ളരുതാത്തവനാണ് എന്നുള്ളതും അവൻ്റെ ഉള്ളിൽ പല ദുഷിച്ച സ്വഭാവം ഉണ്ട് എന്നുള്ളതും എനിക്കറിയാം, പക്ഷേ അവൻ എന്തെങ്കിലും എന്നെ സ്നേഹിച്ചു തുടങ്ങും, എൻ്റെ കുഞ്ഞിനെ അംഗീകരിച്ച് തുടങ്ങും, നമുക്കൊരു ജീവിതം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഇത്രയും കാലവും, പക്ഷേ എല്ലാം തകർന്നടിഞ്ഞു പോയല്ലോ ചേച്ചി, ഇനി ഒരിക്കലും എൻ്റെ ജീവിതം ശരിയാവില്ല, എന്നെക്കാളും വലിയൊരു ചതിയാണല്ലോ ഈ പെൺകുട്ടിയോടും അബി ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ആരുടെ ജീവിതമാണ് ഇവിടെ ഭദ്രമാക്കുക, എന്താണിപ്പോൾ ഇവിടെ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു ഇതായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ് നവ്യ. ഇത് കേട്ടിട്ട് നയനയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. ഇതിനൊരു പരിഹാരം എങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്നൊക്കെ ചിന്തയിൽ നിൽക്കുകയാണ് നയന. ആ സമയത്ത് അബിയുടെ കാമുകി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ കാണിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ, അവനെ ഇതുവരെ ഞാൻ കള്ളങ്ങൾ ഓരോന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി, പക്ഷേ ഇനി അവൻ സമ്മതിക്കുന്നില്ല, എൻ്റെ കുട്ടി സമ്മതിക്കുന്നില്ല, എൻ്റെ കുഞ്ഞിന് അച്ഛനെ കണ്ടേ പറ്റുകയുള്ളൂ, അവന് ശാഠ്യം പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് തീരുമാനിച്ചാണ് ഞാനിപ്പോൾ നാട്ടിലെത്തിയിരിക്കുന്നത്, പിന്നെ ആളുകളും എന്നെ തെറ്റിദ്ധരിക്കാനും കളിയാക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അബിയുടെ കാമുകി. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു, ഇപ്പോഴാണോ അവകാശവും പറഞ്ഞ് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാലം വരാതിരുന്നത് അവൻ പറഞ്ഞിട്ടാണ്, അവൻ എന്നെ അംഗീകരിക്കും, എന്നെ കൂട്ടിക്കൊണ്ടു പോകും, വീട്ടിലെ അവസ്ഥ ആലോചിച്ചിട്ട് എല്ലാവരെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി നിന്നെ കൂട്ടിക്കൊണ്ടു പോകാമെന്നൊക്കെ എന്നെ പറഞ്ഞ് നിർത്തുകയായിരുന്നു, പക്ഷെ അതൊക്കെ കള്ളങ്ങളാണെന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിയുന്നത്, അവിവാഹിതനാണ് എന്നുള്ളതും ഒരു ഭാര്യയുണ്ട്, അവന് കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ മറ്റൊരാളിലൂടെ അറിയുകയായിരുന്നു, അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇനിയും ഇത് ആരോടും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവിതവും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതവും അനാഥമായി പോകും, അതിനെക്കൊണ്ടാണ് ഞാൻ ഇത് തുറന്നു പറയാനായിട്ട് വന്നത്, പക്ഷെ നിന്റെ അവസ്ഥയെ കണ്ടിട്ടും എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ എൻ്റെ അവസ്ഥയും കൂടെ നീ ആലോചിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ നടുക്ക് ആ കുട്ടിക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണോ അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയുടെ ജീവിതം ഇതാക്കി കൊടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ആകെ പിടുത്തം വിട്ട് നിൽക്കുകയാണ് നവ്യയും നയനയും. അപ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.